കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകളിൽ നേതൃത്വത്തിന്റെ വിലക്ക് മറികടന്ന് വീണ്ടും ഫ്ലെക്സ്. പിറവം ഫാത്തിമ മാതാ കോളേജിന് സമീപമാണ് VD സതീശനായി ഫ്ലെക്സ് സ്ഥാപിച്ചത്. ലാൽകൃഷ്ണ വിവരങ്ങളുമായി. ലാൽകൃഷ്ണ, കഴിഞ്ഞ ഒരു ദിവസം വലിയ പ്രശ്നമില്ലാതെയൊക്കെ അണികൾ അത് അനുസരിച്ചിരുന്നു എന്ന് തോന്നുന്നു. നേതാക്കൾ തന്നെ നേരിട്ട് ഇറങ്ങി വന്ന് പറയുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് അത്തരം നടപടികൾ പാടില്ല എന്ന്. അത് ഹൈക്കമാൻഡിന്റെ കൃത്യമായ താക്കീതുണ്ടായിരുന്നു. പക്ഷേ ഇനിയും കാത്തിരുന്ന് മടുത്തു എന്നതിന്റെ സൂചനയാണോ വീണ്ടും ഫ്ലെക്സുകൾ പ്രത്യക്ഷപ്പെടുന്നു? ഈ നേരത്തെ കഴിഞ്ഞ ദിവസം VD സതീശൻ അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ഈ പ്രകടനങ്ങളോ പ്രതിഷേധങ്ങളോ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലല്ല, ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾ എന്ന് പറയുന്ന പേരിലാണ് ഇപ്പോൾ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ ഒറ്റയ്ക്കാണ് എന്ന് കരുതരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താക്കീതിന്റെ സ്വരം പോലും ഉണ്ട് ആ ഫ്ലെക്സിന്റെ അകത്ത് തന്നെ. VD സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടുള്ളതാണ്. നിയുക്ത കേരള മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. പിറവത്ത് ഫാത്തിമ കോളേജിന് സമീപത്ത് ജംഗ്ഷനിൽ തന്നെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡ് ഉച്ചയോടുകൂടിയാണ് പ്രത്യക്ഷപ്പെട്ടത്. ഇത് അണികളാണോ നാട്ടുകാരാണോ ഇനി മറ്റേതെങ്കിലും പാർട്ടിക്കാര് വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണോ എന്ന കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ജനാധിപത്യ വിശ്വാസികൾ എന്ന പേരിൽ തന്നെയാണ് ആ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര നിരീക്ഷകരുടെ സംഘം കേരളത്തിൽ തുടരുന്നുണ്ട് എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത. അതാണ് നിലവിൽ പിറവത്ത് ഫാത്തിമ മാതാ കോളേജിന് സമീപത്താണ് VD സതീശന് വേണ്ടി ഫ്ലെക്സ് സ്ഥാപിച്ചത്. ലാൽകൃഷ്ണ സൂചിപ്പിച്ചതുപോലെ അത് പാർട്ടിക്കാർ തന്നെയാണോ അതോ മറ്റുള്ള പാർട്ടിയിൽപ്പെട്ടവരാണോ എന്നുള്ള സംശയം പോലും ഈ ഘട്ടത്തിലുണ്ട്. അത്തരമൊരു സംഭവം ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.